സർ, കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഇടയ്ക്ക് സാർ ഒരു വലിയ ബ്രൈബ് പുറത്തുകൊണ്ടായിരുന്നത്. അത് മെഡിക്കൽ കോളേജ് കോഴയുമായി ബന്ധപ്പെട്ട MT രമേശിൻ്റെ പേരാണ് അതിൽ പറഞ്ഞിരുന്നത്. AK നസീറാണ് നേരത്തെ BJP നേതാവായിരുന്ന, ഇപ്പോൾ CPM-ലേക്ക് പോയിട്ടുള്ള AK നസീറിൽ നിന്നാണ് ആ വിവരം നമുക്ക് കിട്ടുന്നത്. അത് സാർ പുറത്ത് കൊണ്ടുവന്ന സമയത്ത് വളരെയധികം ചർച്ചയാവുകയും ഒക്കെ ചെയ്തു. പക്ഷേ ചർച്ചയായി വന്ന സമയത്ത് തന്നെ മറ്റൊരു മെഡിക്കൽ കോഴ ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം എടുത്തിട്ട് ഇത് നേരത്തെ തന്നെ എന്താ പറയുക, അന്വേഷണം നടത്തിയതാണ്, അതിൽ തെളിവുകളൊന്നും കണ്ടിരുന്നില്ല എന്നുള്ള ഒരു കാര്യം എടുത്തിട്ടിട്ട് എനിക്ക് തോന്നുന്നത് MT രമേശിനെ രക്ഷിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി തന്നെ അത്തരത്തിലൊരു വാർത്ത കൊടുത്ത് അതിനെ അങ്ങ് ഇല്ലാതെയാക്കിയ രീതിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ പറയുന്ന SR മെഡിക്കൽ കോളേജ് കോഴയും ചെർപ്പുളശ്ശേരിയിലെ മെഡിക്കൽ കോളേജ് കോഴയും, അതായത് ഇത് രണ്ടും രണ്ട് തന്നെയല്ലേ? ഇത് രണ്ടും രണ്ടാണ്. അതിൽ കൃത്യമായിട്ട് MT രമേശ് പണം വാങ്ങി എന്ന് പറയുന്നത് നമ്മുടെ പാലക്കാട് ചെർപ്പുളശ്ശേരി മെഡിക്കൽ കോളേജിൻ്റെ പേരിലാണ്. അത് കൃത്യമായി AK നസീർ വളരെ അന്വേഷണ റിപ്പോർട്ടിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ട് അട്ടിമറിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ ഒതുക്കുകയും അദ്ദേഹത്തെ പാർട്ടിയിൽ ഇല്ലാതാക്കാനും ശ്രമിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. MT രമേശിന് അല്ലെങ്കിലും തന്നെ മുമ്പേ ഒരു ആരോപണം ഉണ്ടായിരുന്നു. നമ്മളൊക്കെ മുമ്പ് കേട്ടിട്ടുള്ള MT രമേശ് വളരെ മാന്യനായ ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ്. എന്നാൽ ഈ കേരളത്തിൽ ഏറ്റവും വലിയ വിവാദം കൊടകര കുഴൽപ്പണ കേസാണ്. എന്നാൽ ആ സമയത്ത് 400 കോടിയോളം രൂപ കേരളത്തിൽ ഇലക്ഷൻ ഫണ്ടായിട്ട് BJPക്ക് എത്തിയിരുന്നു 2021. അപ്പോഴാണല്ലോ കുഴൽപ്പണം വിവാദം ഉണ്ടാകുന്നത്. നേതാക്കന്മാർ തന്നെ ഗുണ്ടകളെ വെച്ച് അവർക്ക് വന്ന ഓരോ സ്ഥലത്തേക്കുള്ള പണം തട്ടിയെടുത്തു എന്നുള്ള ആരോപണമാണ്. അതിൽ ഒരു പ്രധാന എമൗണ്ട് വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് MT രമേശിൻ്റെ ഭാര്യ വീട്ടിൽ വന്നു എന്നുള്ള ആരോപണമാണ് അന്ന് ക്രൈമിന് കിട്ടിയത്. ക്രൈം പറയുകയും ചെയ്തത് അതിനെതിരെ അദ്ദേഹം ഇതുവരെയും വേണ്ടിയിട്ടില്ല. ആ 400 കോടിയിൽ വലിയൊരു എമൗണ്ട്, വലിയ കോടിക്കണക്കിന് രൂപയാണ് പാലക്കാട് ആവശ്യത്തിന് വേണ്ടി പറഞ്ഞിട്ട് ഇവരെ വീട്ടിലെത്തിയത്. പാലക്കാട് MT രമേശിൻ്റെ ഭാര്യ വീട്ടിലെത്തിയെന്ന്, ഷൊർണൂരിലാണ് വീട്ടിലെത്തിയെന്ന് പറഞ്ഞത്. അപ്പം ഇപ്പോൾ അതിനെക്കാട് ഏറ്റവും വലിയ ഗൗരവമുള്ള കാര്യം, അതൊക്കെ നമുക്ക് കേട്ടറിവുള്ള കാര്യമാണ്, തെളിവ് നമുക്ക് ഹാജരാക്കാൻ പറ്റില്ല. ഇങ്ങനെ കുഴൽപ്പണത്തെ പറ്റി ആരോപണം വന്ന കാര്യങ്ങളിൽ തെളിവുണ്ടെന്ന് പറയുന്നത് കുഴൽപ്പണത്തെക്കുറിച്ച് സതീഷ് എന്ന് പറയുന്ന അവരുടെ തൃശ്ശൂർ ജില്ലാ BJP ഓഫീസ് സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങളാണ് ആധികാരികമായി പുറത്തു വന്നിട്ടുള്ളത്. 2, അതിൽ കുഴൽപ്പണം പിടിച്ചു എന്ന് പറയുന്ന കാര്യത്തിൽ അന്ന് വന്ന റിപ്പോർട്ടുകളിൽ അടിസ്ഥാനത്തിൽ വന്ന കാര്യങ്ങളാണ് ആധികാരികമായിട്ടുള്ളത്. അതിലുപരിയായിട്ടുള്ള കാര്യമൊന്നും നമുക്ക് തെളിയിക്കാൻ പറ്റാത്തതൊന്നും കേട്ടറിവുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഈ സംഭവം MT രമേശ് പണം വാങ്ങി എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താൻ പറ്റില്ല. ഇത് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ഒരു സതീഷ് ആണ് എൻ്റെ ഇടനിലക്കാരനായി ഡൽഹിയിൽ പ്രവർത്തിച്ച് ഈ BJPയുടെ അഖിലേന്ത്യാ നേതാക്കന്മാരുമായിട്ടും കേന്ദ്ര നേതൃത്വവുമായിട്ടൊക്കെ ഭരണത്തിൽ ഇടപെട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളതായിരുന്നു അന്ന് വന്ന വിവരം. ഈ റിപ്പോർട്ടിൽ ആ കാര്യം പറയുന്നുണ്ട്. അത് പ്രകാരം MT രമേശിന് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത വിധത്തിലാണ് പണം വാങ്ങിയതെന്നാണ് AK നസീർ പറഞ്ഞിരിക്കുന്നത്. സാറ് നടത്തിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, അതല്ല നേരത്തെ സംഭവമല്ല ഞാൻ ഈ പറയുന്നത്, ഇത് മറ്റൊരു സംഭവം തന്നെയാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. മനഃപൂർവ്വം തന്നെ ഇതിനെ അട്ടിമറിക്കുകയല്ല ഇവർ ചെയ്തിട്ടുള്ളത്. അല്ല, പ്ലാൻഡ് ആയിട്ട് അട്ടിമറിക്കുക എന്നുള്ള കാര്യമാണ് അതിൻ്റെ അകത്ത് ചെയ്തിട്ടുള്ളത്. കാരണം MT രമേശ് K സുരേന്ദ്രൻ്റെ കൂടെയുള്ള ആളാണ്, അതേസമയത്ത് V മുരളീധരൻ്റെ കൂടെയുള്ള ആളാണ്, തിരിച്ചിട്ട് കൃഷ്ണദാസിൻ്റെ കൂടെയുള്ള ആളാണ്. അതേസമയത്ത് മറ്റുള്ളവരെ മുന്നിൽ അധികം മാന്യനായ ഒരു വ്യക്തിയായിട്ടാണ് കൃത്യമായി അറിയുന്നത്. അപ്പോൾ ഇവർ 3 പക്ഷം കൂടിയിട്ട് അവർ നടത്തിയിട്ടുള്ള പല അഴിമതികളുണ്ട്. ഇതെല്ലാം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് അതുമെല്ലാം പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ഒരു ഏർപ്പാടാണ് നടത്തിയെന്നുള്ളതാണ് എന്നോട് AK നസീർ പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതായത് വലിയ അഴിമതികൾ, ഇതിനെക്കാട്ടും വലിയ ഭീകരമായ സംഭവങ്ങൾ പാർട്ടിയിലെ പ്രമുഖരായ നേതാക്കന്മാർ, V മുരളീധരൻ്റെ കാര്യത്തിൽ വിദേശത്ത് കോടിക്കണക്കിന് രൂപ ഉണ്ടെന്നും അതേപോലെ യൂസഫ് അലിയുടെ കമ്പനിയിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ടെന്നുള്ള ആരോപണം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് K സുരേന്ദ്രൻ്റെ കാര്യത്തിൽ പിണറായി വിജയനുമായി ധാരണയായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കേസുകളെല്ലാം അട്ടിമറിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പണം വാങ്ങുകയും യൂസഫ് അലിയുടെ കമ്പനിയിൽ പണം ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ള വലിയ ആരോപണം വന്നിട്ടുണ്ട്. ഇവരെല്ലാവരും തന്നെ പിണറായി വിജയനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോക്കസായി പ്രവർത്തിക്കുന്നു എന്ന് കൃത്യമായി വന്നുള്ള കാര്യം ക്രൈം തന്നെ പലതവണ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. അപ്പം ഇവരെല്ലാവരും തന്നെ അഴിമതിയുടെ കാര്യത്തിൽ
കാര്യത്തിൽ ഓരോരുത്തരും വെച്ച് സെറ്റിൽമെൻറ്റ് ചെയ്യുക, പാർട്ടിയല്ല വലുത്, പൈസയാണ് വലുത് എന്നുള്ളത് ഇതിലാണ് ഇവിടുത്തെ നേതാക്കന്മാർ പോകുന്നത്. അതിൽ ഏറ്റവും ഒഴിഞ്ഞു നിന്ന ഒരാളെന്ന് പറയുന്നത് നമ്മൾ കരുതിയിരുന്നത് MT രമേശായിരുന്നു. പക്ഷേ MT രമേശ് ഇത് വന്ന ശേഷം ഒരൊറ്റ അക്ഷരം മിണ്ടിയില്ല. അദ്ദേഹം ഒരു നിയമപരമായ നോട്ടീസ് അയച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് MT രമേശ് ഇത് കള്ളമാണെങ്കിൽ ഒരു നോട്ടീസ് പോലും AK നസീറിനെതിരെ ചെയ്യാതിരുന്നത്? AK നസീർ വെല്ലുവിളിച്ചിരുന്നു, ഞാൻ കൂടുതൽ തെളിവുകൾ പുറത്തുവിടാൻ തയ്യാറാണ്. MT രമേശിനെ കുറിച്ച് വളരെ ഞെട്ടിക്കുന്ന ഇതിലപ്പുറമുള്ള കാര്യങ്ങളുണ്ട്. അദ്ദേഹം നിഷേധിച്ചുകൊണ്ട് ഒരു വക്കീൽ നോട്ടീസ് അയച്ചാൽ ഞാൻ ആ കാര്യങ്ങൾ പുറത്തുവിടുമെന്നാണ് AK നസീർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കില്ല മിണ്ടാതിരിക്കുന്നതും. അതുകൊണ്ട് മാത്രമാണ് മിണ്ടിയാൽ ഒരു നോട്ടീസ് അയച്ചാൽ AK നസീർ അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഫുൾ വിവരങ്ങൾ പുറത്തുവിടും. അതോടുകൂടി MT രമേശ് എന്ന് പറയുന്ന BJPയിലെ സാത്വികനായ നേതാവിൻ്റെ മുഖംമൂടി മുഴുവൻ പിച്ചി ചീന്തപ്പെടും. അദ്ദേഹത്തിൻ്റെ ആശയഭാവി അതോടുകൂടി തീരും എന്നുള്ളതാണ് സത്യം. പൊതുവെ അദ്ദേഹം നമ്മളെല്ലാവരും കാണുന്നത് ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നേതാവാണ്. ഇത്തരത്തിലൊരു ബ്രൈബ് നടത്തുമെന്നൊന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നേതാവിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരം ഒരു വലിയ രീതിയിലുള്ള, അതായത് SR കോളേജിന് വേണ്ടിയിട്ട് അദ്ദേഹം വാങ്ങി എന്ന് പറയുന്നത് 15 കോടിയാണ് ആവശ്യപ്പെട്ടത്. പക്ഷെ അതിൽ 5,60,00,000 നൽകി എന്നാണ് പറയുന്നത്. ഈ രണ്ടാമത് ചെർപ്പുളശ്ശേരിയിലെ മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ട് 9 കോടിയോളം രൂപയല്ലേ പറയുന്നത്? 9 കോടി 50 കോടിയുടെ ഇടപാടാണ്. അതിൽ പണം കൊടുത്തത് 3 തവണയായിട്ട് വെച്ച് പണം കൊടുത്തു എന്നാണ് അതിനകത്ത് പറയുന്നത്. അത് ചെറിയ കാര്യമല്ല. എന്തുകൊണ്ടാണ് എൻ്റെ ചോദ്യം, MT രമേശ് എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു നോട്ടീസ് അയക്കാത്തത്? അതെ, AK നസീർ ഇത്ര കാര്യമായിട്ട് ഞാൻ വെല്ലുവിളിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു മാന്യനായ രാഷ്ട്രീയ നേതാവാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു ഡിഫമേഷന് ഒരു നോട്ടീസ് അയക്കേണ്ടതല്ലേ? ഒരു നോട്ടീസ് അയച്ച് കേസ് ഫയൽ ചെയ്യേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹൈക്കോടതിയിലെ ഗവൺമെൻറ് പ്ലീഡറാണ്, സെൻട്രൽ ഗവൺമെൻറ് പ്ലീഡറാണ്. എല്ലാ തരത്തിലും അദ്ദേഹത്തിന് അഡ്വക്കേറ്റ്മാർ കൂടെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഒരു നോട്ടീസ് അയക്കാനോ ഒരു കേസ് ഫയൽ ചെയ്യാനോ നിഷ്പ്രയാസം കഴിയും. അതിനർത്ഥം അദ്ദേഹം പണം വാങ്ങി തന്നെയാണ്, കോഴ വാങ്ങി എന്ന് തന്നെയാണ് തെളിയുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തെ AK നസീർ വെല്ലുവിളിച്ച കാര്യത്തിൽ അദ്ദേഹം ആ വെല്ലുവിളി ഉണ്ടല്ലോ, എനിക്കെതിരെ കേസ് ഫയൽ ചെയ്യൂ അല്ല എങ്കിൽ എന്ന് പറയുന്ന കാര്യത്തിൽ എന്തുകൊണ്ടാണ് മിണ്ടാത്തത്? അതിനർത്ഥം ഇതെന്താ മറ്റു ഗ്രൂപ്പുകൾ ഏറ്റെടുക്കാത്തത്? BJPയിലെ ഇവർക്കെല്ലാവരും തന്നെ കഴിഞ്ഞ കുറേ കാലമായി BJPയെ വളർത്തില്ല, പിണറായി വിജയനുമായിട്ട് ധാരണയായിട്ട് അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും ഇതുപോലെയുള്ള ഇടപാടുകൾ നടത്തി കോടികൾ വാങ്ങി ഒരു കോടീശ്വരന്മാരായിട്ടുണ്ട്. പലരുടെയും കഥകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടും. അപ്പോൾ ആ രൂപത്തിലുള്ള ഒരു വലിയൊരു കോക്കസായി BJPയുടെ നേതാക്കന്മാർ മാറി എന്നുള്ളതാണ് സത്യം. പിണറായി വിജയൻ്റെ ദാസ്യവേല ചെയ്യുന്ന അല്ലെങ്കിൽ ആസനം താങ്ങികളായ നേതാക്കന്മാരായി BJP B ടീമായി, പിണറായി വിജയൻ്റെ B ടീമായി അധപ്പതിച്ചു എന്നുള്ളതാണ് എനിക്ക് അതിനകത്ത് മനസ്സിലായിട്ടുള്ള കാര്യം. സർ, ഈ രണ്ടാമത്തെ കോഴ ആരോപണം ഇദ്ദേഹം AK നസീർ പറയുന്നത് ശ്രീധരൻ പിള്ള, അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീധരൻ പിള്ളയുടെ അടുത്താണ്. അദ്ദേഹം അതിന് അനുകൂലമായ രീതിയിലല്ലേ നടപടിയെടുത്ത് അദ്ദേഹം അത് വളരെ ശക്തമായ രൂപത്തിൽ പറയുകയും അതിനെ കൃത്യമായി ഉച്ചത്തിൽ സംസാരിക്കുക, എല്ലാവരും സംസാരിക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. ശ്രീധരൻ പിള്ള വളരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് അതിന് ഇതാക്കിയിട്ടുള്ളത്. പക്ഷെ അത് എവിടെയും എത്തിയിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കാം? അത് ഇത് മാത്രമാണ്. അതായത് BJPയിലെ എല്ലാ നേതാക്കന്മാർക്കും ഇതുപോലുള്ള വൻ അഴിമതികൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ രഹസ്യങ്ങൾ നമ്മുടെ MT രമേശിൻ്റെ അടുത്തുണ്ട്. MT രമേശിനെ തൊട്ട് കഴിഞ്ഞാൽ MT രമേശ് ഇതെല്ലാം വിളിച്ചു പറയും. MT രമേശ് ഇത് വിളിച്ചു പറയുന്നതോട് കൂടിയിട്ട് BJP ഇവിടെ പിരിച്ചുവിടേണ്ട ഗതികേട്ടിലേക്ക് വരും. കേന്ദ്ര നേതൃത്വം അല്ല തന്നെ അസംതൃപ്തിയിലാണ് കേരളത്തിലെ BJPയെക്കുറിച്ച്. ഇവിടെ BJP എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും KJP എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ ഒരു B ടീം എന്നുള്ളതാണ് കേരളത്തിലെ BJPയെ പറ്റി പറയുന്നത്. അത് വളരാത്തതിൻ്റെ കാരണം ഇങ്ങനെ അഴിമതി നടത്തുന്നത് കൊണ്ട് മാത്രമാണ്. അവർക്ക് പണം കിട്ടണം. ഇലക്ഷൻ എന്ന് വന്നാൽ ചാകരയാണ്. ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ വരും. ആ ഫണ്ട് വീതം വെച്ച് അതാവലാണ് ഇവിടെ സ്ഥിരം പരിപാടി. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ തൃശ്ശൂരിൽ കൊടകര കുഴൽപ്പണം പിടിച്ചത്. അത് എന്തിനാണ്? കൊടകര കുഴൽപ്പണം എന്ന് പറയുന്നത് എന്താ? അവർക്ക് വന്ന ഇലക്ഷന് വന്ന ഫണ്ട് മറ്റൊരു സ്ഥലത്ത് ആലപ്പുഴയ്ക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ഇവരുടെ നേതാക്കന്മാർ തന്നെ ഗുണ്ടകളെ വെച്ച് പിടിക്കുന്നു. ആ പൈസ തട്ടിയെടുക്കുന്നു. അപ്പോൾ പൈസ നഷ്ടപ്പെട്ടത് ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയി. അതായത് ഇവർക്ക് വന്ന പൈസ, അതായത് ഈ നേതാക്കൾക്ക് വന്ന പൈസ ഈ നേതാക്കൾ തന്നെ ഗുണ്ടകളെ വെച്ചിട്ട്. അങ്ങനെയല്ല, ഇലക്ഷന് ഓരോ സ്ഥാനാർത്ഥിക്കും വന്ന പണം ഓരോ സ്ഥലത്തും എത്തിക്കേണ്ട ഉത്തരവാദിത്വം ധർമ്മജനായിരുന്നു.
ആ ധർമ്മരാജൻ്റെ കുഴൽപ്പണം അയാളായിരുന്നു ഇത്തരം കാര്യങ്ങൾ നടന്നത്. അപ്പം അവർ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ പണം ആലപ്പുഴ തൃശ്ശൂർ കൊടുക്കാനുള്ള പണം കൊടുത്തു. അവിടെ 9 കോടി അവിടെ ഇറക്കി എന്നാണ് പറഞ്ഞത് സതീഷ്. ആ 9 കോടി ഇറക്കിയ ശേഷം ബാക്കി പണവുമായിട്ട് ആലപ്പുഴയ്ക്ക് പോകുന്ന വണ്ടി അവർ ഗുണ്ടകളെ വെച്ച് തടഞ്ഞു. അത് കൃത്യം അറിവുള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ. തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങുന്നതും പോകുന്നതും പാർട്ടീൻ്റെ ഉള്ളിൽ അത്രയും രഹസ്യങ്ങൾ അറിയുന്നവർക്ക് മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ. ആ ഗുണ്ടകളെ വെച്ച് വഴിക്ക് വെച്ചിട്ട് അവർ പിടിക്കുന്നു, ആ പണം തട്ടിയെടുക്കുന്നു. അപ്പോൾ ഈ പണം തട്ടിയെടുക്കുന്നതിൻ്റെ പിന്നിൽ രഹസ്യം എന്താ? ആലപ്പുഴ പോയാലും പണം ഇലക്ഷൻ വെറുതെ ജയിക്കില്ല. അപ്പം അവർക്ക് തട്ടിയെടുത്ത് അവർക്കറിയാം പിന്നെ പൈസ എത്ര ഉണ്ടെന്നുള്ളത്. അങ്ങനെയാണ് പണം തട്ടിയെടുത്തിരിക്കുന്നത്. അപ്പം അല്ലാതെ പാർട്ടി നേതാക്കന്മാർക്ക് വന്ന പൈസ അല്ല, പാർട്ടി ഇലക്ഷനിൽ ഓരോ സ്ഥാനാർത്ഥിക്ക് വന്ന പണമാണത്. 400 കോടി വന്നു എന്നാണ് പറഞ്ഞത്. അതിനുമ്പത്തെ കാലം 2016 200 കോടിയോളം കേരളത്തിൽ വന്നിരുന്നു. അതിലിവിടെ ചെലവഴിച്ചപ്പോൾ ആകെ 25-30 കോടിയാണ്. ബാക്കി പണമെല്ലാം മുരളീധരൻ വിദേശത്തേക്ക് കടത്തി എന്നുള്ള ആരോപണം അന്ന് വന്നതാണ്. അത് നമ്മൾ പബ്ലിഷ് ചെയ്തതാണ്. ഇതൊക്കെ BJP വൃത്തങ്ങൾ പറയുന്ന കാര്യമാണ്. അതിൻ്റെ സത്യാവസ്ഥ അവർ തന്നെയാണ് തെളിയിക്കേണ്ടത്. അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സോളിഡ് എവിഡൻസ് ആണ് AK നസീർ ഉന്നയിച്ച കാര്യം. MT രമേശ് തെറ്റുകാരനല്ല എങ്കിൽ, ഇത്രയും കാലമായില്ലേ അദ്ദേഹം തൻ്റെ ഇടമുള്ള ആളാണെങ്കിൽ, തെറ്റുകാരനല്ലെങ്കിൽ, കോഴ വാങ്ങിയിട്ടില്ലെങ്കിൽ അത് AK നസീറിനെതിരെ കേസ് ഫയൽ ചെയ്യാണ് വേണ്ടത്. അതിനാ തൻ്റെ ഇടം അദ്ദേഹത്തിനുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. സാർ, ഇതിൽ തന്നെ മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. ഈ 2017 മെയ് 19 ആദ്യത്തെ കോഴ ആരോപണത്തിൽ ഇത് വരുന്നത്. അപ്പോൾ അന്ന് ഈ SR മെഡിക്കൽ കോളേജിൻ്റെ MD ആയിട്ടുള്ള ഷാജി 2 അംഗ BJP നിയോഗിച്ചിരുന്ന 2 അംഗ അന്വേഷണ കമ്മീഷനുണ്ട്. അതിൽ ഉണ്ടായിരുന്നത് ഈ പറയുന്ന AK നസീറും KP ശ്രീശനുമാണ്. അതെ, അവർക്ക് നൽകിയിരുന്ന, അവർ മൊഴിയെടുക്കുമ്പോൾ അവരോട് പറഞ്ഞിരുന്നത് ഈ പറയുന്ന RS വിനോദിന് ഉൾപ്പെടെയുള്ളവർക്ക് പണം നൽകി എന്ന് തന്നെയാണ് ഈ പറയുന്ന MD പറഞ്ഞത്. പക്ഷേ വിജിലൻസ് അന്വേഷണം വന്നപ്പോൾ വിജിലൻസിൻ്റെ പ്രത്യേക യൂണിറ്റ് 2 SP ആയിരുന്ന K ജയകുമാറാണ് അന്വേഷിച്ചതും. അപ്പോൾ അദ്ദേഹത്തോട് ചോദ്യം ചെയ്യലിൽ പറഞ്ഞത് അതല്ല, ഇങ്ങനൊരു സംഭവം പറഞ്ഞിട്ടില്ല എന്ന് അവിടെ ചെന്ന് ഈ മെഡിക്കൽ കോളേജിന് കോഴ കൊടുത്തയാൾ തന്നെ പറയുന്നു. അതായത് മുമ്പ് P ശശി അദ്ദേഹത്തെ CKP പത്മനാഭൻ്റെ മകളെ കയറി പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ആരോപണം എല്ലാം തെളിഞ്ഞു. അത് വൈക്കം വിശ്വനും അതേപോലെ നമ്മുടെ ബിന്ദുവിൻ്റെ ഭർത്താവ് നമ്മുടെ മന്ത്രി വിജയരാഘവനായിരുന്നു അന്വേഷണം നടത്തിയിരുന്നത്. അപ്പോൾ ഇത് അന്വേഷണം നടത്തി ഇദ്ദേഹം ഹോസ്ദുർഗിലുള്ള ഒരു DYFI നേതാവിൻ്റെ ഭാര്യയോടൊപ്പം കഴിഞ്ഞു, സെക്ഷലി ഉപയോഗിച്ചു എന്നും ഈ പെൺകുട്ടിയെ കയറി പിടിച്ചു എന്നുള്ള ആരോപണം സത്യമാണെന്ന് തെളിഞ്ഞിട്ട് ഇയാളെ പുറത്താക്കി. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ക്രിമിനൽ കേസിൽ എന്താ ചെയ്യേണ്ടത്? ഈ പുറത്താക്കിയോടൊന്നും കാര്യമില്ലല്ലോ, പോലീസ് കേസെടുക്കണ്ടേ. ഞാൻ എന്ത് ചെയ്തു, കണ്ണൂർ പോലീസിനും ഹോസ്ദുർഗ് പോലീസിനും പരാതി കൊടുത്ത് ഹോസ്ദുർഗ് കോടതിയിലും കണ്ണൂർ കോടതിയിലും പരാതി കൊടുത്തു. അങ്ങനെ സാക്ഷികളായി വെച്ചത് ഈ 2 പേരെയും അവരോട് ഈ ഡോക്യുമെൻ്റ് എൻ്റെ കൈവശമില്ലല്ലോ, അന്വേഷണ റിപ്പോർട്ട് കോടതി ഹാജരാക്കാൻ പറഞ്ഞു. അതേപോലെ VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ, പ്രകാശ് കാരാട്ട് ഇവരെ സാക്ഷിയാക്കി. അപ്പോൾ കോടതിയിൽ നിന്ന് ഇവർക്ക് നോട്ടീസ് പോയി അവർ എന്ത് ചെയ്തു, ഹൈക്കോടതി പോയി സ്റ്റേ വാങ്ങി. അപ്പോൾ ഈ ഡോക്യുമെൻ്റ് ഹാജരായില്ല. ഹാജരാവാത്തതുകൊണ്ട് എന്തായി, അവർ ഹാജരാക്കണമല്ലോ. ഇവർ ശരിക്കും P ശശിയെ അന്ന് ജയിലിൽ അടക്കേണ്ടതാണ്. അപ്പോൾ P ശശിയെക്കെതിരെയുള്ള തെളിവ് ഹാജരാക്കിയുള്ള കേസ് തള്ളി. അവർ ആ പേര് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, P ശശിക്കെതിരെ എല്ലാ കുറ്റങ്ങളും തള്ളി അയാൾ നിരപരാധിയാണെന്ന് പറഞ്ഞ്, അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല, അയാളെ തിരിച്ചെടുത്തു. ഇതാണ് പാർട്ടികളുടെ. ഇതേപോലെ തന്നെയാണ് ഇവിടെ ആ പാർട്ടിക്കുള്ളിൽ നടന്ന സംഭവമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്നത്. അതിലപ്പുറത്തേക്ക് പുറത്ത് ക്രിമിനൽ കേസ് കേസിൽ കൊടുപ്പിക്കുക എന്നുള്ളത് ഇവരെ പരിപാടിയല്ല. ഇവർ പരസ്പരം കൊടുക്കുകയാണെങ്കിൽ കേരളത്തിലെ BJP നേതാക്കന്മാർ എനിക്ക് തോന്നുന്നു നേതൃത്വത്തിലുള്ള ഒരു ബഹുഭൂരിപക്ഷം ആളുകളും ജയിലിൽ കിടക്കേണ്ടി വരും. കാരണം അത്രയും കോടീശ്വരന്മാരെ 5 പൈസ ഗതിയില്ലാത്ത ആൾക്കാരുടെ ഇന്നത്തെ അവരുടെ ആസ്തി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. പാർട്ടി വളർത്തുകയല്ല, ഇവിടെ അവരെ പോക്കറ്റ് വീർപ്പിക്കുകയാണ് ഈ പാർട്ടിയെ കൊണ്ട് ഈ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ തന്നെ ഇവർ ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് തെളിയുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ SR മെഡിക്കൽ കോളേജ് കോഴയല്ല ചെർപ്പുളശ്ശേരി മെഡിക്കൽ കോളേജ് കോഴ എന്ന് നമുക്ക് ഉറപ്പിച്ചു തന്നെ 100%. അപ്പോൾ എന്തായാലും അദ്ദേഹം ഒരു പരാതി അല്ലേ, സാറ് പറഞ്ഞതുപോലെ അത് ഈ AK നസീറിനെതിരെ പരാതി കൊടുക്കുക തന്നെയല്ലേ ചെയ്യേണ്ടത്. ഒരു വക്കീൽ നോട്ടീസ് അയക്കുകയോ അല്ലെങ്കിൽ കേസ് ഫയൽ ചെയ്യോ ഇതുവരെ ചെയ്യാത്തതിൽ നിന്നും അദ്ദേഹം കുറ്റക്കാരനാണെന്ന് സ്വയം അംഗീകരിച്ചിരിക്കുകയാണ്. അതാണ് അതിൻ്റെ നിയമം.
അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഈ പറഞ്ഞ പോലെ കെ സുരേന്ദ്രൻ അടക്കം ഇതില് മൗനമാണ്? അതാണ് മനസ്സിലാവാത്തത്. അത് തന്നെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞുള്ളത്. പരസ്പരം ഇവർ നടത്തിയിട്ടുള്ള കച്ചവടങ്ങളും കോടികൾ ഉണ്ടാക്കിയുള്ള അതിൻ്റെ രഹസ്യങ്ങളും പരസ്പരം അറിയുന്നത് കൊണ്ട് ഒരാളെ മറ്റാൾ ഒറ്റ കൊടുക്കില്ല. ഒറ്റ കൊടുത്താൽ ഇയാളെ ഒറ്റ കൊടുക്കും. അവസാനം BJP-യിൽ പരസ്പരം ഒറ്റ കൊടുക്കാനേ സമയമുണ്ടാവുള്ളൂ. കേരള BJP എന്ന് പറയുന്ന KJP വളരാത്തതിൻ്റെ കാരണം നേതാക്കന്മാർ തടിച്ചു കൊഴുത്തു, അണികൾ പാപ്പരായി എന്നുള്ളതാണ് എൻ്റെ യഥാർത്ഥ സത്യം. ഇത് ഒരു കാലഘട്ടത്തിലും BJP ഇവിടെ വളരാൻ പോകുന്നില്ല. നമ്മളൊക്കെ BJP പെട്ടെന്ന് വളരും എന്നൊക്കെ കരുതിയിരുന്നു. പിണറായി വിജയനെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലടച്ച് അതോടുകൂടി BJP വളർച്ച ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ BJP പിണറായി വിജയനെ സംരക്ഷിക്കുന്നു, പിണറായി വിജയൻ കിട്ടുന്നതിൻ്റെ ഒരു കൊടുക്കുന്നു. പരസ്പര കൂട്ടുകച്ചവടമാണ്. അതാണ് BJP, കേരളത്തിലെ BJP എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു കാലഘട്ടത്തിലും കെ സുരേന്ദ്രനോ ഇനി വേറെ ആരും ഏറ്റെടുക്കുമെന്ന് എനിക്കറിയില്ല, ഇവരൊന്നും ഇത് ഏറ്റെടുക്കാൻ പോകുന്നില്ല. ഓക്കെ, താങ്ക് യു.